ആദ്യേട്ടന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ അമ്മ ഇതുപോലെ ആയത്രേ. എന്തൊക്കെയാ ഈ കുട്ടികൾ സംസാരിക്കുന്നത്? എന്താ അവന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് പറ്റി? മോള് പറ, ഡാഡി അറിയട്ടെ. അത് ആദ്യേട്ടന്റെ ഫ്രണ്ടിന്റെ കുഞ്ഞാവ മരിച്ചുപോയി. ആ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് മാനസിക രോഗം വന്നെന്നാ ആദ്യേട്ടൻ പറഞ്ഞത്. ഡാഡിയെ കണ്ട് സംസാരിക്കാനും അമ്മയെ ആശ്വസിപ്പിക്കാനും ആദ്യേട്ടൻ വരുന്നത്. നിന്റെ അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞാവ ഇല്ലാതായി പോവാൻ മാത്രം ഒരു പ്രശ്നവുമില്ല. ഫ്രണ്ടിന്റെ മമ്മിക്ക് വേറെന്തെങ്കിലും ആരോഗ്യ പ്രശ്നം. ഇഷിതയെ പരിശോധിച്ച ഡോക്ടർ ഉറപ്പ് പറഞ്ഞത് കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു പേടിയും. മോൾ ഒരു കാര്യം വിശ്വസിക്കും, നമ്മുടെ കുഞ്ഞാവ ഹെൽത്തിയാ. പിന്നെ ഇഷിത കാണിക്കുന്ന ഭയം, അത് പലരും അവളെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് കൊണ്ട് നമ്മൾ കൂടി അവളുടെ സങ്കടം കണ്ട് കൂടെ കരയല്ല വേണ്ടത്. അത് അവൾക്ക് കൂടുതൽ സങ്കടം. മോൾ അമ്മയോട് നല്ല ഹാപ്പി ആയിട്ട് ഇടും. ആദ്യം വന്നാ ഇവിടെ എന്തോ വലിയ കുഴപ്പം സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിക്കരുത്. അവർ ഇഷിതയെ കാണട്ടെ, അവര് തമ്മിൽ സംസാരിക്കട്ടെ. അതിനിടയിൽ അമ്മയുടെ സങ്കടത്തെ പറ്റിയോ പേടിയെ പറ്റിയോ ഓള് പറയരുത്. എനിക്ക് മനസ്സിലായി ഡാഡി. നിന്റെ അമ്മയ്ക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലല്ലേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. ഇത് മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് വെറുതെ വിഷമിക്കുന്നത്. അതിന് നമ്മുടെ പെരുമാറ്റമാണ് ശരിക്കുള്ള മരുന്ന്. പിന്നെ ഡാഡി പറഞ്ഞതോ അമ്മ ഡിപ്രഷനിൽ പോകും. അത് ഇവിടെ ഉള്ളവർക്ക് ഒരു ഡോസ് കൊടുത്തതല്ലേ? ആണോ? ആദ്യേട്ടൻ വന്നു. ഡാഡി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് ഡാഡി. ആദ്യേട്ടാ വാ വാ ആദ്യേട്ടാ. മോനെങ്ങനെയാ വന്നേ? ഓട്ടോയിലാണോ? ഞാനിവിടെ വരുന്ന കാര്യം അറിഞ്ഞപ്പോ ഓഫീസിൽ പോകുന്ന വഴിക്ക് അങ്കിൾ ഇറക്കി തന്നു. ആകാശന് അങ്ങനെ ഒരു മനസ്സൊക്കെ. അവിടെ ഇപ്പൊ അങ്കിള് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്തോ മനസ്സിൽ വെച്ചാന്ന് എനിക്കറിയാം. ഇനി എന്റെ തല്ല് കിട്ടിയപ്പോ അവൻ നന്നായതാണോ? അങ്കിൾ അങ്ങനെയൊന്നും മാറിയില്ല ഡാഡി. അല്ല, ഇഷിതാമ്മ ഇവിടെ? ഇഷിത റൂമിലുണ്ട്. പിന്നെ നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ വന്നതെന്ന് എനിക്കറിയാം. അതൊന്നും മോൻ ഇഷിതയുടെ മുന്നിൽ കാണിക്കരുത്. ഞാനും മോളും കൂടെ ഒരു തീരുമാനമുണ്ട്. ഇഷിതയുടെ മുന്നില് ഞങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. അവളുടെ ടെൻഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നതേയില്ല. ഇത് നിസ്സാരമായിട്ട് കാണല്ലേ ഡാഡി? എടാ മോനെ, അവൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. എങ്കിലല്ലേ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമുള്ളൂ. വെറുതെ ആലോചിച്ച് കൂട്ടുന്നത് നമ്മൾ തടയണം. നിങ്ങൾ രണ്ടുപേർ നിങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വെച്ച് ഇഷിതയ്ക്ക് ധൈര്യം കൊടുത്ത് പഴയ നിലയിൽ കൊണ്ടുവരുന്ന കാര്യം ഡാഡി. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഒന്നാമത്തെ കാര്യം, അവളുടെ സങ്കടം കണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത്. ആശ്വാസം ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞാവ വരുന്നതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ അതിനിടയിൽ സങ്കടം ചേർക്കണം. ഇഷിതാമ്മ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയല്ലേ വേണ്ട ഡാഡി? ആ ഡോക്ടർക്ക് എളുപ്പത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും മനസ്സിലെ പേടി മാറ്റാനും കഴിയില്ലേ? നമ്മൾ ചെയ്യുന്നതിനേക്കാളും റിസൾട്ട് കിട്ടുന്നതെന്നാ എനിക്ക് തോന്നേ. ഞാൻ നോക്കിയിട്ട് അതിന്റെ ആവശ്യമൊന്നും കാണുന്നില്ല. ഇനി സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തവരും പുറത്തെങ്ങാനും പോയാൽ ഇഷിതയെ ആക്രമിക്കാൻ നടക്കുന്നവർക്ക് നമ്മൾ വടിയെടുത്ത് കൊടുക്കുന്ന പോലെയാവും. നിന്റെ ഉള്ളിലെ ടെൻഷന്റെ അടിക്കറിയാം. നീ അവളെ ചെന്നൊന്ന് കാണും. നീ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കാനേ പാടില്ല. നീ വെറുതെ കാണാമെന്നതായിട്ട് പറഞ്ഞു. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇഷിതയെ കാണും. നിങ്ങളും മക്കളുടെ കളിയും ചിരിയൊക്കെ കൂടെ കൂടുമ്പോ അവൾക്ക് എന്ത് പേടിയുണ്ടാവാനാ? നമുക്ക് അമ്മയെ കാണാൻ പോവാം. മോൻചെൽ, ഡാഡി പുറകെ നമുക്ക് അമ്മയെ പറഞ്ഞ് ഇളക്കാം. അവളെ നീ ഒന്ന് ചിരിപ്പിച്ചാ മതി. ഡാഡി ഇത്രയും പറഞ്ഞാൽ നല്ല നന്നായി. അല്ലെങ്കിൽ ഇഷിതാമ്മയെ കണ്ട് ഞാനും വിഷമിച്ചേ. സുഖല്ലേ ഇഷിതാമ്മയ്ക്ക്? ഇഷിതാമ്മ ഒന്ന് കാണാന്ന് കരുതിയിട്ട് ഇപ്പഴതിന് പറ്റിയ. വൈകാൻ വേറൊരു കാര്യമുണ്ട്. ഇവളെന്നെ പറഞ്ഞ് ഒരുപാട് ബോധിപ്പിച്ചു. ഇഷിതാമ്മയെ കാണാൻ വരുന്നവരൊക്കെ പലഹാരങ്ങളുമായാ വരുന്നെന്ന്. ഇവള് പലഹാരങ്ങൾ കഴിച്ചു മടുത്തു എന്നൊക്കെ. എനിക്ക് വേണമെങ്കിൽ വേഗം വാന്നൊക്കെയാ പറഞ്ഞു. എവിടെ എന്റെ പങ്ക്? എത്രയെന്ന് വെച്ചാൽ ഞങ്ങളത് കണ്ടോണ്ടിരിക്കുന്നത്. ആദ്യം എന്നെ കാണാതായപ്പോ ഞാനും അമ്മയും അതെല്ലാം കഴിച്ചു. അമ്പടി, നീ തന്നെ മുഴുവൻ കഴിച്ച് എന്നിട്ട് ഇഷിതാമ്മയെ കൂട്ടുപിടിക്കുന്നു. ഇവള് ചെയ്തത് ശരിയാണോന്ന് ഇഷിതാമ്മ തന്നെ പറ. എനിക്കും വേണം ഇഷിതാമ്മയ്ക്ക് കിട്ടിയ പലഹാരം. അതെ, ഇനിയും ആളുകൾ പലഹാരം കൊണ്ടുവരും. അപ്പൊ അത് എന്നെ മാറ്റി വെക്കാം. നീ എന്നെ അങ്ങനെ സുഖിപ്പിച്ച് കുപ്പിയിലിറക്കാം. മോന് പലഹാരല്ലേ വേണ്ടത്? അത് ഇഷിതാമ്മ തരാം. കിച്ചണിൽ കാണും. ഇഷിതാമ്മ പറഞ്ഞോണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. അതൊക്കെ എപ്പോഴേ തീർന്നു. ആദ്യമായിട്ട് എവിടെ നിക്ക് എന്നാ ആദ്യം കിട്ടും. ഞാനും അത് ആലോചിക്കുന്നുണ്ട്. കുഞ്ഞോ വരുന്നതിൽ അങ്ങനെ നീ മാത്രം സന്തോഷിക്കുന്ന. ഇവള് സ്കൂളിൽ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നതെന്ന് എന്താണെന്നറിയോ? ഇവള് കുഞ്ഞോ വരാൻ പോവാന്ന്. കുഞ്ഞോ ഇവള് സ്വന്തമാക്കി വെച്ചിരിക്കുക. എനിക്ക് ഒരു വിലയുമില്ല. ഞാൻ ഡാഡിയുടെ മൂത്തവൻ. ഞാൻ കഴിഞ്ഞേ നീ ഉള്ളൂ. എന്റെ കുഞ്ഞാവയായിട്ട് നിന്റെ കുഞ്ഞാവ ആയാ മതി. അയ്യടാ, ആദ്യം കുഞ്ഞാവെന്ന് പറയണെങ്കിലേ ആദ്യമായിട്ട് ഇവിടെ വേണം. എപ്പോഴെങ്കിലും കുഞ്ഞാവയുടെ പേര് പറഞ്ഞിവിടെ വന്നാ ആരും ആദ്യം മൈൻഡ് ചെയ്യും. ഞാൻ കൂടിയില്ലെങ്കിലും എന്റെ കുഞ്ഞാവല്ലേ ഇഷ്ടമേ? മോന്റെ കുഞ്ഞുമാവ തന്നെ കേട്ടോടി ഇഷ്ടമ്മ പറഞ്ഞേ. എന്നിട്ടാണോ അമ്മയെക്കാണ് ഇപ്പൊ വന്നത്? ഇഷ്ടമ്മയ്ക്ക് ഞാനൊരു സമ്മാനം കൊണ്ടതിനുണ്ട്. അത് കൈ കിട്ടാൻ വേണ്ടിയാ ഞാൻ വരാൻ വൈകിയത്. ചിപ്പി വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാനൊരു സമ്മാനം തരണമെന്ന് കരുതിയതാ. സമ്മാനം എന്ന് പറയുന്നതല്ലാതെ ആദ്യം പുറത്തെടുക്കുന്നില്ലല്ലോ. എന്നാ കണ്ടോ, നീ ഞെട്ടും. ശരി, ഞാൻ നെട്ടാ റെഡിയായി നിക്കാം. അയ്യേ, ഇതെന്താ മിഠായിയോ? ചിലക്കാതിരിക്കടി. ഓ ശരി. ഇതാണ് ഞാൻ ഇഷ്ടാമ്മയ്ക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്. അയ്യേ, ഇതാണോ ഗിഫ്റ്റ്? ഞാൻ കരുതി ഡയമണ്ട് മോതിരായിരിക്കുന്നു. അയ്യേ, ഫാൻസി ഷോപ്പിന്ന് 10 രൂപയ്ക്ക് വാങ്ങിയതാ. ഒരാള് സമ്മാനം കൊണ്ട് വന്നിരിക്കുന്നു. എനിക്ക് ചിരിച്ചിട്ട് വയ്യ. ഞാൻ എന്നെ ചിരിച്ചു മരിക്കും. അയ്യേ, ഇതെന്താണെന്നറിയാം നിനക്ക്? ഡയമണ്ടിനെക്കാളും വില ഉള്ളതാ അത്. ഇതിനോ? 10 രൂപ. ഞാനും അമ്മയും ചിരിച്ചു മടുത്തു. നിന്റെ ചിരി കണ്ടിട്ടാ ഞാൻ ചിരിച്ചേ. പിന്നെ ആദ്യയുടെ നിൽപ്പു. അല്ലാതെ ഗിഫ്റ്റ് കണ്ടിട്ടൊന്നുമല്ല. എന്റെ മക്കൾക്ക് ഞാൻ എന്ത് നൽകിയാലാണ് മതി വരിക? ഇഷിത ഒന്ന് ചിരിച്ചു. നോക്ക് ഡാഡി, ഇതെന്താന്ന് ഡാഡിക്ക് അറിയില്ല. മോനെ, ഇത് ആനവാൽ മോതിരമല്ലേ? അതെ ഡാഡി. മോനെ, ഇത് കണ്ടിട്ടാണോ ചിപ്പി മോള് ചിരിച്ചത്? മോളെ ആദ്യം കൊണ്ടുവന്നിരിക്കുന്നതേ
പണത്തെക്കാൾ വിലമതിക്കുന്നത്. ഇഷിതയ്ക്ക് അറിയില്ലേ ആനവാൽ മോതിരത്തെ പറ്റി? എന്താ ഡാഡി അതിന്റെ പ്രത്യേകത? ഇതണിഞ്ഞ പേടിയോ ടെൻഷനോ ഒന്നും വരില്ല. ഇത് ധരിക്കുന്ന ആള് നല്ല സ്ട്രോങ് ആയിരിക്കും. പഴമക്കാരങ്ങനെയാ വിശ്വസിക്കുന്നത്. അല്ല, നിനക്ക് എങ്ങനെ ഇത് വാങ്ങാൻ തോന്നി? എനിക്കൊരു കുഞ്ഞോ വരുന്ന വിവരം അറിഞ്ഞ് കിരണും ഫ്രണ്ട്സും എന്നെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിച്ചു. അപ്പോഴാ പ്രസവ സമയത്ത് ആനവാൽ മോതിരം ധരിക്കുന്നത് നല്ലതാന്ന് ഒരു ഫ്രണ്ട് പറയുന്നു. കുഞ്ഞോവ മിടുക്കുള്ളൊരു കുട്ടിയാവുമെന്ന് അവരെല്ലാരും പറഞ്ഞു. അവരെനിക്കിത് സംഘടിപ്പിച്ചു തന്നെ. എന്തായാലും ഇഷിതാമ്മ ഇത് ധരിക്കണം. ചിപ്പികളെയൊക്കൊന്നും കാര്യാക്കണ്ട. സോറി ആദ്യേട്ടാ. എന്റെ മോൻ തരുന്ന എന്തെങ്കിലും ഇഷിതാമ്മ വേണ്ടാന്ന് പറയോ? നീ തന്നെ ഇത് ഇഷിതാമ്മയുടെ പേരിൽ അണിയിച്ചു കൊടുക്കുക. ഇഷിതാമ്മയും കുഞ്ഞോവയും നല്ല സ്ട്രോങ് ആയി വരട്ടെ. താങ്ക് യു മോനെ. ഇപ്പൊ ഇഷിതാമ്മ സ്ട്രോങ് ആയി. എന്റെ 2 മക്കളും അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്താ. ഉമ്മ. മോൻ വന്നിട്ട് കാപ്പി കുടിച്ചോ? ഇല്ല. ചിപ്പിമോളെ ആദ്യം കൂട്ടിക്കൊണ്ട് ചെല്ല. ആദ്യമായിട്ട് വന്ന വിവരം അച്ഛൻ പറഞ്ഞു കാണില്ല. ശരി അമ്മേ. ഡാഡി, ഞാനും ആദ്യേനും കൂടെ ഔട്ടിങ്ങിന് പോയിക്കോട്ടെ? അവരുടെ ആഗ്രഹമല്ലേ. മഹേഷ് ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ടോ. ഡാഡിക്ക് കുറച്ച് തിരക്ക് പിടിച്ച ജോലിയുണ്ടല്ലോ. ഞങ്ങളെ രണ്ടുപേരും ഡാഡി പാർക്ക് കൊണ്ടുപോയി വിട്ടാ മതി. ഞങ്ങള് വിളിക്കുമ്പോ ഡാഡി വന്നാ മതി. അതുവരെ ഞങ്ങൾ പാർക്കിൽ കളിച്ചോളാം. ശരി ശരി. ആദ്യേട്ടൻ വാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. നിങ്ങൾ പോയിട്ടോ. ഇഷിതാമ്മ ഹാപ്പി അല്ലേ? പിന്നല്ലേ, എന്റെ മോൻ വന്നല്ലോ. വാ ആദ്യേട്ടാ. അവൻ എനിക്ക് കരുത്തായി തീരുന്നവൻ തെളിയിച്ചു കഴിഞ്ഞു. അതിന്റെ തെളിവ് ഒന്നും അറിയാതെ അവൻ നിനക്ക് സമ്മാനം കൊണ്ടുവന്നു. ഇപ്പൊ മനസ്സിന് ഒരു ആശ്വാസം തോന്നുന്നുണ്ട് മഹേഷ്. അല്ല, നീ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് കുറെ നേരമായി. അച്ഛമ്മയും അച്ഛനും ഇവിടെ ഇല്ലേ? പുറത്തൊന്നും കണ്ടില്ല. ഞാൻ റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പോ നിന്റെ അച്ഛമ്മയെ കണ്ടില്ല. ഇപ്പോ പ്രിയാമണി അമ്മയായിട്ട് വലിയ ലോഹിത്തിലല്ലേ, അങ്ങോട്ട് പോയി കാണും. അല്ല, നീ എന്താ പതിവില്ലാത്ത പോലെ വന്നത്? വരേണ്ടതായ കാര്യങ്ങളുണ്ടെങ്കിൽ വന്നല്ലേ പറ്റൂ. അതെന്താ എന്നെ ഇങ്ങോട്ട് വരുത്തിയ വലിയ കാര്യം? ഇഷിതയ്ക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണോ? അവര് ഞാൻ വരേണ്ട കാര്യം എന്താ? ഞാൻ വന്നത് മഞ്ജിമപ്പ ഒന്ന് കാണാന്. എന്നെ കാണാനോ? അല്ല, അതിനു മുമ്പ് ചോദിക്കട്ടെ, ജ്യൂസ് അടിക്കുന്നത് ഇഷിതാമ്മയ്ക്ക് കൊടുക്കാനാ? അത് നീ എന്തിനാ അറിയുന്നേ? അറിയണമല്ലോ. അച്ഛമ്മയില്ലാത്ത നേരത്ത് ജ്യൂസ് അടിച്ച് അതിൽ ഗർഭം കലക്കാനുള്ള മരുന്ന് കലക്കി ഇഷിതാമ്മയ്ക്ക് കൊടുക്കാനായിക്കൂടെ? അല്ല, ഈ സീരിയലൊക്കെ കാണുന്ന മഞ്ജിമപ്പ തരം നമ്പറുകളൊക്കെ പ്രയോഗിക്കുമെന്ന് എനിക്കറിയാം. നീ എന്താണ് ചെക്ക പറഞ്ഞേ? നിന്റെ ഡാഡി പോലും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ആ, ഡാഡി അങ്ങനെ സംസാരിക്കാത്തോണ്ടാ മഞ്ജിമപ്പ വിലസുന്നേ. പക്ഷെ ഞാൻ അങ്ങനല്ല. ഓഹോ, നീ വന്നത് എന്നെ വരട്ടാനാണോ? ഞാൻ ഇവിടെ എന്ത് കാണിച്ചതാണ് ചെക്ക നീ പറയുന്നേ? അതൊക്കെ ഞാൻ എണ്ണി എണ്ണി പറയണോ? മഞ്ജിമപ്പയുടെ മുഴുവൻ തരികടകളും അപ്പ ഞാൻ അറിയുന്നുണ്ട്. ചിപ്പിയെ പേടിപ്പിച്ച് തള്ളിയിട്ട് നെറ്റി മുറിച്ചത് മുതൽ ഞാൻ കരുതി വെച്ചിരിക്കുക. മമ്മിയപ്പയും തമ്മിലുള്ള കൂട്ടുകെട്ടുകളൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഇഷിതാമ്മ പ്രസവിക്കാൻ പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? നിന്റെ ആരടാ ഇഷിതാമ്മ? നാണുണ്ടോടാ നിനക്ക് അവളുടെ വാല് തൂങ്ങി നടക്കാൻ? ഇഷിതാമ്മ എന്റെ ഡാഡിയുടെ ഭാര്യ. ഓ, എന്റെ ഡാഡിക്ക് പല ഭാര്യമാരുണ്ടെന്ന് വെച്ച് അവളുമാരെയൊന്ന് തോളി ചുമന്ന് നടക്കേണ്ട ആവശ്യം ഈ മഞ്ജിമയ്ക്കില്ല. മഹേഷിന് അന്നും ഇന്നും ഒരു ഭാര്യയുള്ളൂ, അത് രചനയാ. അവളെ മാത്രം ഞാൻ അംഗീകരിക്കും. എന്താ മമ്മിയെ മറന്ന് വേറൊരുത്തെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു? മഞ്ജിമപ്പ മമ്മിയെ പറ്റി വലിയ വാചകം അടിക്കുന്നുണ്ടല്ലോ. മമ്മി വിവാഹം കഴിച്ച ആളുടെ കൂടെയാണോ ജീവിക്കുന്നത്? എന്താ ഡാഡിയുടെ ഭാര്യയായി മമ്മിയെ കാണുന്ന മഞ്ജിമപ്പയ്ക്ക് എവിടെയൊന്നുമില്ലേ? നീയും ആകാശിന്റെ ചെലവിലല്ലേടാ ജീവിക്കുന്നത്? അതെ, അതുകൊണ്ടാണ് ഡാഡിയുടെ ഭാര്യ ഇഷിതാമ്മയാണെന്ന് ഞാൻ പറയുന്നത്. എന്റെ ഡാഡി ഇഷിതാമ്മ വിവാഹം കഴിച്ചോളൂ. അവരേതെങ്കിലും ഒരു സ്ത്രീ അല്ല. ഡാഡിയുടെ ഭാര്യ ആര് തന്നെ ആയാലും എന്റെയും ചിപ്പിയുടെ അമ്മ തന്നെയാ. അവരെ വേദനിപ്പിക്കാൻ ആരെങ്കിലും വന്നാ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. നീ ഇങ്ങനെ ഒരുത്തനായി പോയല്ലോടാ. മമ്മിയുടെ കൂടെ ജീവിച്ചിട്ട് ഡാഡിയെ തലയെ കൊണ്ട് നടക്കുന്നു. ഞാൻ നിൽക്കുന്നത് ശരിയുടെ ഭാഗം. സ്നേഹം കൂടിയിട്ടൊന്നുമല്ല മഞ്ജിമപ്പ മമ്മിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഡാഡിയുടെ പേരിൽ മമ്മിയുമായി അപ്പയ്ക്ക് ഒരു ബന്ധവും ഇല്ല. പിന്നെന്തിനാണ് മഞ്ജിമപ്പ മമ്മിയെ താങ്ങുന്നതെന്ന് ചോദിച്ചാൽ മമ്മിക്ക് ആശ വരുന്നുണ്ടാ? അനാവശ്യം പറയുന്നോടാ. അതെ, എനിക്ക് ജീവിക്കാൻ നിന്റെ മമ്മിയുടെ അവതാരമൊന്നും വേണ്ട. ഞാനേ ഇത് രചനയോട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അതിന്റെ കാര്യമൊന്നുമില്ല. മമ്മിയെ സുമിയ നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. മഞ്ജിമയ്ക്ക് വല്ലത് എറിഞ്ഞു കൊടുത്താ ഇഷിതയുടെ കാര്യങ്ങൾ അറിയാം. പണം കിട്ടിയാ മഞ്ജിമ എന്തും ചെയ്യും. ഒരിക്കലും രചന എന്നെ പറ്റി അങ്ങനെ പറയില്ല. നീയേ എന്നെ അവളെ തമ്മിൽ പിണക്കാനാ നോക്കുന്നത്. അല്ല, ജ്യൂസ് അടിച്ച് കഴിഞ്ഞില്ലേ? മഞ്ജിമപ്പ തന്നെ എടുത്തു കൂടി. അത് കണ്ടിട്ട് വേണം എനിക്ക് പോ. അതെ, ഇത് എനിക്ക് ഉണ്ടാക്കിയ ജ്യൂസാ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ കഴിക്കും. നീ ഇവിടെ നിൽക്കാണോ? വാ പോവാ. മഹേഷ്, നീ നിന്റെ മോനെ നിലയ്ക്ക് നിർത്തണം. ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത് ഇഷിതയ്ക്ക് മരുന്ന് ചേർത്ത് കൊടുക്കാനാണെന്ന്. ഇവന് എത്ര വയസ്സുണ്ട്? കുട്ടികൾ ഇങ്ങനെയൊക്കെയാണോ പറയണ്ടേ? ഇവന്റെ അപ്പയുടെ സ്വഭാവം നന്നായിട്ട് അറിയില്ലേ. ഇവൻ തീരെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അവൻ പറഞ്ഞതില് ഞാൻ നോക്കിയിട്ട് ഒരു തെറ്റും കാണുന്നില്ല. മോനെ വളർത്തി വിടുന്ന രീതി കൊള്ളാം. സ്വന്തം അപ്പയോട് അവനിത് പറഞ്ഞത്. ഈ പറയുന്ന അപ്പ അനിയന്റെ ഭാര്യയോട് ചെന്ന് ശാപം പോലെ പറഞ്ഞത് എന്താ? അതെന്റെ മോന്റെ മുന്നിൽ വെച്ച് ഞാൻ പറയണോ? ഇഷിതാമ്മയുടെ അപ്പ എന്താ പറഞ്ഞ? ഡാഡി എന്നോട് പറ. എനിക്കതങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഇതങ്ങനെ വിട്ടു കൊടുക്കരുത് ഡാഡി. ചിപ്പി പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇഷിതാമ്മയുടെ പ്രശ്നങ്ങൾക്ക് കാരണം മഞ്ജിമപ്പയാണ്. അതുകൊണ്ടാ അപ്പയൊന്ന് കാണാന്ന് കരുതിയത്. ആദ്യേട്ടാ, ഞാൻ വാ, ചിപ്പി പോകാൻ റെഡി. പോ, നിങ്ങളെ പാർക്കിൽ വിട്ടിട്ട് വേണം എനിക്ക് പോവാൻ. ഇത് മഞ്ജിമപ്പയ്ക്കുള്ള മുന്നറിയിപ്പാ. 1 2 3 അടിപൊളിയല്ലേ ആദ്യേട്ടാ? കേറിക്കോ. 2 3. ഇനി മതി ആദ്യേട്ടാ, നമുക്ക് ഡാഡി വരുന്നവരെ ദാ അവിടെ പോയിരിക്കാം. ആ. എന്ത് നല്ല സ്ഥലമല്ലേ ആദ്യേട്ടാ? പിന്നെ പാർക്ക് കാണാൻ നല്ല ഭംഗിയല്ലേ? കുഞ്ഞാവ പിച്ചു വെച്ച് നടക്കാൻ തുടങ്ങുമ്പോ നമുക്ക് അവനെ പാർക്കിൽ കൊണ്ടുവന്ന് കളിപ്പിക്കണം. കൊള്ളാലോടി. അനിയനാണെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? എനിക്കിഷ്ടം അനിയനെ. ആദ്യേട്ടനോ? എനിക്കിഷ്ടം അനിയത്തിയാ. അതെന്താ? രണ്ടനിയത്തിമാരുടെ ചേട്ടനാവുന്നത് ഒരു ഗമയല്ലേ? അതെ, ഡാഡിക്കും ഇഷ്ടം മോളെയാണ്. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. മോനായാലും മോളായാലും അമ്മയ്ക്ക് സന്തോഷം. നല്ല അമ്മമാരൊക്കെ അങ്ങനെയാ. മക്കളാണെന്നോ പെണ്ണെന്നോ ഒന്നും അവർക്കില്ല. അത് ശരിയാ. ഇനി അനിയത്തിയാണെങ്കിൽ നീ എന്ത് ചെയ്യും? എനിക്ക് സന്തോഷം. ഡാഡിയുടെയും ആദ്യേട്ടന്റെയും ആഗ്രഹം അതല്ലേ. കുഞ്ഞാവെ ഒന്ന് വന്നാ മതിയായിരുന്നു. എന്റെ പ്ലാൻ വേറെ. ആദ്യം ചിപ്പിയും വെച്ച് വല്ലാത്തൊരു കളിക്കാണ് എന്റെ ശ്രമം. കുട്ടികളെ വെച്ച് ആകാശം നടക്കാൻ പോകുന്ന കൈവിട്ട കളിയെക്കുറിച്ച് എനിക്ക്